ജിൻഡോന്റെ മൈൻഡ് സെറ്റ്, വേവ് ലെങ്ത്, ആറ്റിറ്റ്യൂഡ്, ടോക്ക്, പവർ യൂസ് ചെയ്യുന്ന രീതി, സൈലന്റ് ആവേണ്ട അടുത്ത് സൈലന്റ് ആവുക, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക, ഓർഡർ ചെയ്യേണ്ട സമയത്ത് ഓർഡർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം പവർ നന്നായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ കോംബോ ഇതുവരെ തെറ്റിയിട്ടില്ല. കാരണം മുൻപുള്ള പവർ ടീമിന്റെ പോലത്തെ ഒരു ഐക്യമില്ലാത്ത അവസ്ഥ ഇപ്പം ഇല്ല. ഓക്കെ, അപ്പം ജിൻഡോ പറഞ്ഞ കുറച്ച് പ്രസ്താവനകളിൽ ഒരു കാര്യം വെച്ച് ബാക്കി ഓക്കെ, ദാറ്റ് വാസ് ഗുഡ്. ലൈക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ബാത്റൂമിന്റെ ഉള്ളിൽ സംസാരിക്കാൻ പറ്റും, പുതപ്പിന്റെ ഉള്ളിൽ സംസാരിക്കാൻ പറ്റും, ഡ്രസ്സിംഗ് റൂമിന്റെ അവിടെ സംസാരിക്കാൻ പറ്റും, പ്ലാനിങ് പറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാത്റൂമിന്റെ ഉള്ളിൽ ഇപ്പൊ ലൈക്ക് അവിടെയും ഒരു ഓഡിയോ സംഭവം കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. കാരണം എങ്ങനെയാണെങ്കിലും അതിന്റെ ഉള്ളിൽ എവിടെ പ്ലാൻ ചെയ്താലും ആര് കേട്ടില്ലെങ്കിലും ബിഗ് ബോസ് കേൾക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല, പ്രേക്ഷകരുടെ ചെവിയിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും. പക്ഷെ ഇവിടെ നടക്കുന്ന നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ലൈക്ക് ഈ പറഞ്ഞ മാതിരി ഒരാൾ ബാത്റൂമിൽ കയറുന്നു മൈക്കൂർ വെച്ചിട്ട്, അടുത്ത ബാത്റൂമിൽ കയറുന്നു മൈക്കൂർ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഇത് നമ്മുടെ ജിൻഡോ മച്ചാൻ പിടിച്ചത് ജിൻഡോയ്ക്ക് ഇത് സംശയം തോന്നി. ആൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടോ, ഇയാൾ എന്ത് ചിന്തിക്കാനാന്നുള്ള ഒരു അനാവശ്യമായ ഡീഗ്രേഡിങ് കാരണം നമ്മൾ ആരെയാണോ കൂടുതൽ അവോയ്ഡ് ചെയ്യുന്നത് അവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. സോ ജിൻഡോനെ അങ്ങനെ ഒന്ന് തഴഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ജിൻഡോ ഒരു ദിവസം നഖം വെട്ടാനായിട്ട് ബാത്റൂമിൽ കയറി പർപ്പസ്ഫുള്ളി ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ആൾക്ക് മനസ്സിലായത്. റസ്മിൻ ഭായ്, നോറ, അതേപോലെ അൻഷിബ പരദൂഷണ കമ്മിറ്റിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് വെളിപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ്. ബാത്റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാത്റൂമിൽ ഓഡിയോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം വാക്കുകളെ പറക്കിയെടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു പരിധി കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാലും ബിഗ് ബോസ് അത് നോട്ട് ചെയ്യും. പിന്നെ സംസാരിക്കാൻ ചാൻസ് നടക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതപ്പിന്റെ ഉള്ളിലാണ്. മൈക്ക് എടുത്ത് മാറ്റി വെച്ച് രണ്ടുപേരുടെ പുതപ്പിന്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല, ബിഗ് ബോസിന് പോലും കേൾക്കാൻ പറ്റില്ല. അതൊരു വൻ അടിപൊളി പ്ലാനിങ് ആണ്. അത് വേണമെങ്കിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും ആള് അവിടെ പവർ ഉപയോഗിച്ച് നടക്കുന്നതിനൊപ്പം തന്നെ ഓരോ കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കാനും ആരൊക്കെ തമ്മിലെ ഗ്രൂപ്പ്, ആരൊക്കെ തമ്മിൽ ഉടക്കാൻ പോകണം, ആരൊക്കെ തമ്മിൽ പ്ലാനിങ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനേക്കാളും കൂടുതൽ ഇപ്പൊ ജിൻഡോയ്ക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ആള് ഫുൾ ഓൺ ഫയർ ആയിട്ട് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ടോപ്പ് 5 വരണേ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇത്തവണത്തെ സീസണിൽ ഈ പറഞ്ഞ മാതിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തെറിച്ച് പോകണമുണ്ട്. ജിൻഡോ മച്ചാൻ പോവില്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ ആള് ഭയങ്കര CID പണി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്.